ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന അദ്ദേഹം ചങ്ങനാശ്ശേരി സെന്റ് ബർഗ്സ്മാൻ കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂരിലെ ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ ചേതന ജ്ഞാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ശ്രീ CP രാധാകൃഷ്ണൻ നാളെ നിർവഹിക്കും. തുടർന്ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിൽ തുടക്കം കുറിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് ഈ യജ്ഞത്തിലൂടെ കുത്തിവയ്പ് നൽകാൻ ലക്ഷ്യമിടുന്നത്. സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ് സൌജന്യമായി ലഭിക്കും. രാജസ്ഥാനിലെ അജ്മീറിൽ നടക്കുന്ന പരിപാടിയിൽ 16,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം ഗുജറാത്ത് സന്ദർശിക്കുന്ന അദ്ദേഹം സാനന്ദിലെ മൈക്രോൺ സെമി കണ്ടക്ടർ ടെക്നോളജിയുടെ സെമി കണ്ടക്ടർ അസംബ്ലി ടെസ്റ്റ് ആൻഡ് പാക്കേജിംഗ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും. രാജ്യത്തുടനീളം സൌജന്യ HPV വാക്സിനേഷൻ നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗർഭാശയകള ക്യാൻസർ തടയുന്നതിനും ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കുന്നതിനും ഈ നടപടി സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ IMA വ്യക്തമാക്കി. 1800-ലധികം പ്രാദേശിക കേന്ദ്രങ്ങളിലൂടെ നടത്തുന്ന വാക്സിനേഷൻ യജ്ഞത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായും IMA അറിയിച്ചു. കേരളത്തിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞം മന്ത്രി V. ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഉച്ചയ്ക്കാണ് പരിപാടി. 14 വയസ്സ് പ്രായമുള്ള എല്ലാ പെൺകുട്ടികൾക്കും 3 മാസത്തിനകം ഒറ്റ ഡോസ് വാക്സിൻ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തി വരുന്ന വർഷങ്ങളിൽ 14 വയസ്സ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് എല്ലാ പെൺകുട്ടികൾക്കും വാക്സിൻ നൽകി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് തിരുവനന്തപുരം ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിലെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സൌകര്യത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. റീകോമ്പിനന്റ് സെല്ലുകൾക്കും സെൻസറുകൾക്കുമുള്ള ദേശീയ സംവിധാനം അദ്ദേഹം നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ വാർഷിക ശാസ്ത്രദിന പരിപാടിയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ വിചാര കേന്ദ്രം സ്ഥാപക ഡയറക്ടറും ചിന്തകനുമായിരുന്ന P. പരമേശ്വരന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പരിപാടിയിലും ശ്രീ ജിതേന്ദ്ര സിംഗ് പങ്കെടുക്കും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. ആഗോള വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് സ്ഥിരത തുടരുന്നതായി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V. അനന്ത നാഗേശ്വരൻ. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി 7% രേഖപ്പെടുത്തുന്ന GDP വളർച്ച സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയുടെ പ്രതിഫലനമാണെന്നും ശ്രീ അനന്ത നാഗേശ്വരൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിലവിൽ 7 കോടി 8 ലക്ഷം വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക അപ്ലോഡ് ചെയ്യുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ അറിയിച്ചു. വെബ്സൈറ്റിന് പുറമെ ECI നെറ്റ് ആപ്പിലും പട്ടിക ലഭ്യമാകും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. ഇന്ന് ദേശീയ ശാസ്ത്രദിനം. പ്രശസ്ത ഭൌതിക ശാസ്ത്രജ്ഞൻ CV രാമൻ രാമൻ എഫക്ട് കണ്ടെത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനാചരണം. രാമൻ എഫക്ടിന് 1930-ൽ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ദേശീയ ശാസ്ത്രദിനത്തിൽ രാജ്യമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. 2020 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 8-ൽ ന്യൂസിലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ന്യൂസിലൻഡ് ഉയർത്തിയ 159 റൺ പിന്തുടർന്ന ഇംഗ്ലണ്ട് 3 പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും. ശ്രീലങ്കയിലെ പല്ലക്കലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കോഴിക്കോട് മോഡേൺ ബസാറിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. കാറിൽ യാത്ര ചെയ്തിരുന്ന രാമനാട്ടുകര സ്വദേശികളായ ജിനിൽ, അജീഷ്, വിമൽ എന്നിവരാണ് മരിച്ചത്. പ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്നലെ മണക്കാട് ശാസ്താവിന്റെ ആചാരപരമായ എഴുന്നള്ളത്ത് നടന്നു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.